വല്ലാതെ വാടല്ലേ പൂവേ നീ എൻ്റെ കുഞ്ഞുമലല്ലേ, വല്ലാതെ വാടല്ലേ പൂവേ നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനി ഒന്നേ നീ എൻ്റെ പൂന്തണലല്ലേ. സച്ച് ബ്യൂട്ടിഫുൾ ലൈൻസ്. ലൈക്ക് ചേട്ടൻ ലിറിക്സ് മനസ്സിലാക്കി കേൾക്കുമ്പോൾ നമുക്ക് കണ്ണിന്നൊക്കെ വെള്ളം വരും. ഡീപ്പായി പോയല്ലോ. നമ്മുടെ പാട്ട് തന്നെ ആണോ ഇത്? ഇത് നമ്മൾ ഉണ്ടാക്കി ജസ്റ്റ് മെലഡി റെക്കോർഡ് ചെയ്ത് നമ്മൾ ഹരിനാരായണൻ നേട്ടനെ വിളിച്ച് കേൾപ്പിച്ച്. സോങ് വാസ് സപ്പോസ് ടു ബി എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദ ഫിലിം. സോ അതൊരു ഷോറിറ്റിക്ക് വേണ്ടി എല്ലാവരും കൂടെ ഇരുന്നാണ് ഡിസ്കസ് ചെയ്താണ് ഏറ്റവും ആദ്യം ഈ ലൈൻസ് ഉണ്ടായത്. തമ്മിൽ പിണങ്ങി പോവല്ലേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു മകനെ തന്നെ ചിലപ്പോൾ നമ്മൾ റീയൂസ് ചെയ്യാം. മകനെ എന്ന് വെച്ചാൽ ടോക്സ് അബൌട്ട് ഫാദേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇതിനകത്ത് സിബ്ലിങ്സിനെ കുറിച്ചും ഉണ്ടായിരുന്നു. അവിടെ ഒരു മകനെ എന്ന് പറഞ്ഞൊരു വേർഡും ഉണ്ടായിരുന്നു. ഇവിടെ എന്താ ചേട്ടാ ചേച്ചി ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം തന്നെ വിപിൻ ചേട്ടൻ കേം അപ്പ് വിത്ത് ദ വേർഡ് കൂടെ പിറന്നവർ ഇസ് ലൈക്ക് എ വെരി നൈസ് വേർഡ്. ഞാനൊരു ട്യൂൺ ഉണ്ടാക്കി ചേട്ടനൊക്കെ കേൾപ്പിച്ച്, അങ്കിത് ബിയാൻ കേൾപ്പിച്ച്, സവിൻ ചേട്ടനെ കേൾപ്പിച്ച്. ദേ ഓൾ ലൈക്ഡ് ഇറ്റ്. ഹൃദയം മുറിയും അഴലിൽ വെന്താലും. വിപിൻ ചേട്ടൻ ഒരു വിഷണറി ആണ്. ആൾക്ക് അറിയാം ആൾക്ക് എന്താ വേണ്ടത്. ചേട്ടൻ നല്ലോണം അത് കമ്മ്യൂണിക്കേറ്റും ചെയ്തു തരും. നമുക്ക് ഇവിടെ ഇതാണ് ഇമോഷൻ പിടിക്കേണ്ടത്. റെസ്റ്റ് ഹി ട്രസ്റ്റ്സ് ഓൺ us. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, വാഴ ഫീവർ ഇപ്പോഴും തീർന്നിട്ടില്ല. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച്, പിന്നെ ലാസ്റ്റ് പാട്ടായപ്പോൾ നമ്മളെ കുറേയൊക്കെ നമ്മളെ കരയിപ്പിച്ച ഒരു മൂവിയാണ്. ഇപ്പോൾ ലാസ്റ്റ് പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ലാസ്റ്റ് ഭാഗത്ത് ശരിക്കും നമ്മളെ കരയിപ്പിച്ച ഒരു മ്യൂസിക് ഉണ്ട്, കൂടെ പിറന്നോർ. ആ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്, പാർവതീഷ് പ്രദീപ്. ഹായ്. ഹായ് പാർവതീഷ്, എന്തുണ്ട്? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഈ പേര് എനിക്ക് ഷോർട്ട് ഫോം ആയിട്ട് എങ്ങനെയെങ്കിലും വിളിക്കാനായിട്ട് വല്ല ചാൻസ് ഉണ്ടോ? യു ക്യാൻ കോൾ മീ പാറു. പാറു അപ്പം നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പം മകനെ എങ്ങനെയാണ് ആ സോങ് കമ്പോസ് ചെയ്തത്? എന്താ മ്യൂസിക്, വേറെ ലെവൽ കേട്ടോ പാറു. താങ്ക് യു സോ മച്ച് ഫോർ സെയിങ് ദാറ്റ്. എനിക്ക് നമുക്ക് മകനെ, യു ആസ്കിങ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. അപ്പം മകനെ നമ്മൾ ഓൾറെഡി വാഴ 1 നടക്കുന്ന സമയത്ത് വിപിൻ ചേട്ടൻ അവരൊക്കെ നമ്മളോട് പറഞ്ഞ് ഈ ഒരു ദ കെയിം അപ്പ് വിത്ത് ദ കോൺസെപ്റ്റ് ദാറ്റ് നമുക്ക് പുതിയ ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം, വാഴകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. സോ അങ്ങനെ എനിക്ക് ആദ്യത്തെ പാട്ട് അതിനകത്ത് കിട്ടിയത് തൊട്ടാവാടി എന്ന് പറയുന്ന ഒരു പാട്ടായിരുന്നു. അത് ഞാൻ ചെയ്ത് നമ്മൾ സബ്മിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റിൽ അങ്കിത് മേനൻ, ദ സൂപ്പർവൈസർ ഓഫ് ദ ഫിലിം, മ്യൂസിക് സൂപ്പർവൈസർ, അങ്കിത് ചേട്ടൻ വാസ് സപ്പോസ് ടു ഡു ദ ഇമോഷണൽ സോങ്. അപ്പം ലാസ്റ്റ് മൊമെന്റിൽ അങ്കിത് ബിയ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ തന്നെ ഇതും കൂടെ അങ്ങ് ചെയ്യും. ഹി ട്രസ്റ്റഡ് മീ വിത്ത് ദാറ്റ്. ഐ വാസ് ലൈക്ക്, ആർ യു ഷുവർ ചേട്ടാ? ലൈക്ക് ബിക്കോസ് ദാറ്റ്സ് ലൈക്ക് ഒരു ആ പടത്തിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ടായിട്ടുള്ളൊരു സംഭവമാണ് അത്, ലാസ്റ്റിൽ ക്ലൈമാക്സുമാണ്. അപ്പോൾ ഹി വാസ് ലൈക്ക് ഹി ട്രസ്റ്റഡ് മീ ആൻഡ് വിപിൻ ചേട്ടൻ ഓൾസോ സെഡ് യാപ്പ് യു ഓൺലി ഡു ഇറ്റ്. അപ്പം അങ്ങനെ അവർ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രാച്ച് ഉണ്ടാക്കി അതിങ്ങനെ പ്ലേ. കാരണം ഞാൻ ഓൾറെഡി ഐ എം വർക്കിംഗ് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൾസോ വിത്ത് ദ എ ടീം. ഞാൻ എ ടീമിൽ ആസ് ഐ എം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഞാൻ ഐ വാസ് വർക്കിംഗ് ഓൺ ഇറ്റ്. സോ നമ്മൾ സീൻസൊക്കെ ഓൾറെഡി കണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സിൽ എന്തുവാണ് നടക്കണേ, ദ ഇക്വേഷൻ ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ദ സൺസ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആ മൂഡിൻ്റെ അനുസരിച്ചൊരു മ്യൂസിക് നമ്മൾ ട്യൂൺ ക്രിയേറ്റ് ചെയ്ത് അത് അവർക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും. അപ്പം അത് പിന്നെ BK ഹരിനാരായണൻ ഏട്ടൻ വന്ന് എഴുതി, സൂരജ് ഏട്ടനെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് ലൈക്ക് ഓൾ ഓഫ് ദീസ് ഗൈസ് വർ ലൈക്ക് സപ്പോർട്ടിങ് മീ കോൺസ്റ്റന്റ്ലി, പുഷിങ് മീ എല്ലാവരും. സോ ദാറ്റ് വാസ് ലൈക്ക് they made me believe ki I can pull this off. So ആ ഒരു സംഭവം. ആൻഡ് ദെൻ ദ സോങ് കെയിം ഔട്ട്. എല്ലാവരും അതിനെ വളരെ ഒത്തിരി ലൈക്ക് സ്നേഹം കൊടുത്ത പാട്ടിന്. നമുക്കിപ്പോ റീൽസിൽ മൊത്തം ഈ പാട്ടുകളേ ഉള്ളൂ ആക്ച്വലി. പാറു കോമ്പോസ് ചെയ്ത പാട്ടുകളാണെല്ലാം. അയ്യോ. അപ്പൊ എങ്ങനെയാണ് അങ്കിത് മേനോനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ, എങ്ങനെയാണ് ടീമിലേക്ക് വന്നത്? അങ്കിത് ഭയ്യ എൻ്റെ ഞങ്ങൾ ചെറുപ്പത്തിലേ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഭോപ്പാലിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പം അങ്കിത് ഭയ്യ കൊച്ചിലെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടാണ് ഞങ്ങൾ രണ്ടുപേരും മ്യൂസിക് പഠിച്ചത് കൊച്ചിൽ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പാട്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് മ്യൂസിക് പഠിച്ചത്. എന്നിട്ട് ഞങ്ങൾ സെയിം സ്കൂളിലുമായിരുന്നു. ഹി വാസ് മൈ സീനിയർ, എൻ്റെ സീനിയർ ആയിരുന്നു സ്കൂളിൽ. എന്നിട്ട് ഞങ്ങൾ സ്കൂളൊക്കെ മാറി ഞങ്ങൾ
പിന്നെ ഞങ്ങൾ റൈവൽ സ്കൂൾസ് ആയി ഞങ്ങൾ ഫുട്ബോൾ കളിക്കുമായിരുന്നു. വി വർ റൈവൽസ് അഗൈൻസ്റ്റ് ഈച്ച് അതർ, വി യൂസ്ഡ് ടു കമ്പീറ്റ് അഗൈൻസ്റ്റ് ഈച്ച് അതർ സ്കൂൾ. ഞങ്ങൾ തമ്മിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, റൈവലറി ഉണ്ടായിരുന്നു. പിന്നെ ബട്ട് വി ബോത്ത് റിയലൈസ് ഞങ്ങൾക്ക് മ്യൂസിക് ചിലപ്പോൾ മ്യൂസിക് വാസ് അവർ കോളിംഗ്. അപ്പം അങ്കിത് ഭി ആഫ്റ്റർ ഹിസ് ഗ്രാജുവേഷൻ ഹി മൂവ് ടു കേരള, ഐ മൂവ് ടു മുംബൈ. ഞാൻ 8 വർഷം മുംബൈയിലായിരുന്നു. ആൻഡ് ഐ വാസ് വർക്കിംഗ് അസിസ്റ്റിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ ദെയർ ഇൻ ദെയർ ഫിലിംസ് ആൻഡ് ഓൾ ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ ഫോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കുറേ 35+ ഫിലിംസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അങ്കിത് ഭയ്യ വാസ് ഡൂയിങ് ഗുഡ് ഹിയർ. സോ അങ്കിത് ഭയ്യ എന്നെ വിളിച്ച് പറഞ്ഞു, നീ വരുന്നുണ്ടോ ഇവിടെ എൻ്റെ കൂടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. ലൈക്ക് യാ ഓക്കെ, നമ്മുടെ ചേട്ടൻ വിളിക്കുക. സോ അങ്ങനെ ഞാൻ അന്താക്ഷരി എന്ന് പറഞ്ഞ പടത്തിൽ ആണ് ഞാൻ വരുന്നത് ആദ്യമായിട്ട്. ആൻഡ് ദാറ്റ് വാസ് അഗൈൻ വിപിൻ ചേട്ടൻസ് ഫിലിം. ആൻഡ് വിപിൻ ചേട്ടനെയൊക്കെ അപ്പോഴാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഇവിടെ വന്ന് അവരുടെ കൂടെ ഒക്കെ ഇരുന്നപ്പം 8 വർഷം കൊണ്ട് ഐ എം സീയിങ് എ സൈഡ് ഓഫ് ഫിലിം മേക്കിംഗ്, സിനിമയിൽ എങ്ങനെ പുറയിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവരെ കണ്ട് ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ദിസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ എക്സ്പീരിയൻസ്ഡ് ഇൻ ബോംബെ. അപ്പം can I share a thing that happened, like a personal thing? Sure, definitely. I mean, അന്താക്ഷരിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഒരു സീൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ I did the music, ഞാൻ അങ്കിത് ഭയ്യം അവരെ വിപിൻ ചേട്ടനെ കേൾപ്പിക്കുമായിരുന്നു. ആൻഡ് ദ മ്യൂസിക് ഗോട്ട് എക്സ്റ്റെൻഡഡ് ലിറ്റിൽ. അടുത്ത സീനിലോട്ട് എക്സ്റ്റെൻഡ് ആയി. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ കട്ട് ചെയ്യാം ചേട്ടാ വരുന്നത്. അത് കട്ട് ചെയ്തിട്ട്, കാരണം സീൻ എക്സ്റ്റെൻഡ് ആയല്ലോ. അപ്പം ചേട്ടൻ പറഞ്ഞു, കട്ട് ചെയ്യണോ, മ്യൂസിക് അവിടം വരെ ഉണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ സീൻ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു, മ്യൂസിക്കിന് വേണ്ടി ചേട്ടൻ സീൻ എക്സ്റ്റെൻഡ് ചെയ്യുമോ? അപ്പം ചേട്ടൻ ലിറ്ററലി കോൾ ദി എഡിറ്റർ ആൻഡ് ചേട്ടൻ വാസ് ലൈക്ക്, ഒരു 10 സെക്കൻഡ്സും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേരെ 5-10. സോ ദാറ്റ് വാസ് സംതിങ് ദാറ്റ് ഹാപ്പൻ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. ഒരു ഡയറക്ടർ ഇസ് ജസ്റ്റ് ബിക്കോസ് ഹി ഫെൽറ്റ് ദാറ്റ് മ്യൂസിക് നീഡ്സ് ടു ബി ഡൺ. ഇത് ഒരിക്കലും ബോംബെയിലൊന്നും നടന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ബോംബെയിലെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച് പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു സംഭവം നടന്നു. എല്ലാവരും വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഡിഡ് ദാറ്റ് റിയലി ഹാപ്പൻ? സോ ദാറ്റ് ഈസ് ദ ഫിലിം മേക്കിംഗ് കൾച്ചർ ഹിയർ. ദേ അണ്ടർസ്റ്റാൻഡ് സിനിമ in a very different angle and a different perspective. അപ്പം അതൊക്കെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഇവിടെ വർക്ക് ചെയ്യാൻ കൂടുതൽ തോന്നി. It felt more home here. So since then I've been working with Ankit Bhaiya. I've been assisting him in a lot of projects and like Guruvayur Ambulanadayil, Jai Jai Hey, all Vipin Chetan films. Whenever I got an opportunity I was there. പിന്നെ Ankit Bhaiya, all the other projects after that I've been there with him, like in the team. So അങ്ങനെ. And then that's how Vada also happened. Vipin Chetan, ഇത്ര നാൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാറുണ്ട്. Vipin Chetan was like, let's give everyone a chance. So അങ്ങനെ that's how it happened. So റൈറ്റ്. അപ്പോൾ ഇതല്ലാതെ ഇപ്പം വിപിൻ ചേട്ടൻ ഇപ്പം ഈ ഒരു മൂവീൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമോ? ഇപ്പം അവർ ഓൾറെഡി മ്യൂസിക് ഒക്കെ മനസ്സിൽ കണ്ടിട്ടാണോ അതോ ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ വാഴയുടെ സമയത്ത്? ഡെഫിനറ്റ്ലി വിപിൻ ചേട്ടൻ ഒരു വിഷണറി ആണ്. ആൾക്ക് അറിയാം ആൾക്ക് എന്താ വേണ്ടത്. അപ്പം ചേട്ടൻ നല്ലോണം അത് കമ്മ്യൂണിക്കേറ്റും ചെയ്തു തരും. നമുക്ക് ഇവിടെ ഇതാണ് ഇമോഷൻ പിടിക്കേണ്ടത്. ആൻഡ് റെസ്റ്റ് ഹി ട്രസ്റ്റ്സ് ഓൺ അസ്. ഹി പുട്ട്സ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ് ഓൺ ഹിസ് പീപ്പിൾ. പറഞ്ഞിട്ട് ഹി ലീവ്സ് ഇറ്റ് ടു അസ് ആൻഡ് ദെൻ നമ്മൾ ചെയ്തിട്ട് ചേട്ടനെ കാണിക്കും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു തരും. ആൻഡ് ഇറ്റ്സ് വെരി ഒരു പ്രോപ്പർ ഒരു കോൺവെർസേഷൻ ആണ് നടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മളും പ്രോപ്പർലി ഇൻവോൾവ് ആയി നല്ലോണം ഇൻട്രാക്ഷൻ ചെയ്തിട്ടോ നമ്മൾ നമ്മുടെ പോയിന്റ്സും വെക്കും. വിപിൻ ചേട്ടൻ്റെ പോയിന്റ്സും വെക്കും. സോ ഇറ്റ്സ് ലൈക്ക് എ കളക്റ്റീവ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞാണ് നമ്മൾ വാട്ട് എവർ യു ആർ സീയിങ് ഇറ്റ് വാസ് ഓൾ ഹാപ്പൻഡ് ആഫ്റ്റർ എ പ്രോപ്പർ ഗ്രൂപ്പ് ഡിസ്കഷൻ. ആസ് ഐ ടോൾഡ്, ഇതിലും പാട്ടൊക്കെ എങ്ങനെ വരണം അതൊക്കെ കുറേ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം മകനെ തന്നെ യൂസ് ചെയ്യണോ റീയൂസ് ചെയ്യണോ അത് പുതിയ പാട്ടുണ്ടാക്കണോ. ഇറ്റ് വാസ് എ ഹോൾ ഡിസ്കഷൻ ദാറ്റ് മീ, സവിൻ ചേട്ടൻ, വിപിൻ ചേട്ടൻ, അങ്കിത്, വി ഓൾ സാറ്റ് ഡൗൺ ആൻഡ് വി ഹാഡ് ദാറ്റ് കോൺവെർസേഷൻ എങ്ങനെയൊക്കെ വരണം. സോ ഇറ്റ് ഓൾ ഹാപ്പൻഡ്. ഒരു നല്ല കോൺവെർസേഷൻ കഴിഞ്ഞാണ് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായത്. യെസ്. ആൻഡ് കൂടെ പിറന്നവർ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നോ വാഴ 2-ൽ, അതോ അത് പിന്നീട് വന്നതാണോ? എങ്ങനെയായിരുന്നു അത് പ്ലാൻഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു മകനെ തന്നെ ചിലപ്പോൾ നമ്മൾ റീയൂസ് ചെയ്യാം. പക്ഷേ മകനെ എന്ന് വെച്ചാൽ ഇറ്റ് ടോക്സ് അബൌട്ട് എ ഫാദർ സൺ റിലേഷൻഷിപ്പ്. ഇതിനകത്ത് സിബ്ലിങ്സിനെ കുറിച്ചും ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ഇനി എന്ത് അവിടെ ഒരു മകനെ എന്ന് പറഞ്ഞൊരു വേർഡും ഉണ്ടായിരുന്നു. ഇവിടെ എന്താ ചേട്ടാ ചേച്ചി ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ അപ്പം തന്നെ വിപിൻ ചേട്ടൻ കേം അപ്പ് വിത്ത് ദ വേർഡ് കൂടപ്പിറന്നോർ ഇസ് ലൈക്ക് എ വെരി നൈസ് വേർഡ്. അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ കൂടപ്പിറന്നോർ മൈൻഡിൽ വെച്ചുകൊണ്ട് ആൻഡ് ഓൾസോ അഗൈൻ ഇവിടെയും പടം നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മൾ മൊത്തം സീൻസ് ഒക്കെ കണ്ടിട്ടിരിക്കുക. വി നോ വാട്ട് ദ സീൻ ഇസ്, വാട്ട് ആർ ദ ഇമോഷൻസ് ദാറ്റ് നീഡ്സ് ടു ബി കൺവേഡ്. അപ്പം അത് ഓൾറെഡി ഒരു സംഭവം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കൂടപ്പിറന്നോർ അവാർഡും കിട്ടി. എന്നിട്ട് ഞാനൊരു ട്യൂൺ ഉണ്ടാക്കി ചേട്ടനൊക്കെ കേൾപ്പിച്ച്, അങ്കിത് ഭയ്യ കേൾപ്പിച്ച്, സവിൻ ചേട്ടനെ കേൾപ്പിച്ച്. ദേ ഓൾ ലൈക്ഡ് ഇറ്റ് ആൻഡ് ദേ വർ ലൈക്ക്, യാ ലെറ്റ്സ് ബ്രിങ് ഹരിയേട്ടൻ അഗൈൻ. ലൈക്ക് നമുക്ക് ഒരു മകനെ പാർട്ട് 2 തന്നെ നമുക്കാക്കി ഇതാക്കി അങ്ങനെ ആ ഒരു അപ്രോച്ചിൽ തന്നെ പിടിക്കുന്നതായിരിക്കും നല്ലത്.
ആൻഡ് ദെൻ ലേറ്റർ ഓൺ വി ഡിസൈഡഡ് കി മകനെയും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഈ പടത്തിൽ ഈ സ്കോറിൽ. കാരണം അതിനകത്ത് ഒരു സെക്ഷൻ ഉണ്ട് അച്ഛനും മകന്റെയും. അതിനകത്ത് നമുക്ക് കൂടെ പിറന്നവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കൂടെ പിറന്നവരുടെ അടുത്ത് നമുക്ക് മകനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് രണ്ട് വേറെ പാട്ടുകളാണ്. അതിനെ എങ്ങനെ നമുക്ക് ഒരുപോലെ ആയിട്ട് ഓഡിയൻസ് കാണുമ്പം ഇതൊരു പാട്ട് നിന്നിട്ട് അടുത്തൊരു പാട്ട് തുടങ്ങാൻ ആ ഫീലിംഗ് കൊടുക്കാതെ, ആ ജർക്ക് കൊടുക്കാതെ, പീപ്പിൾ ആർ ഫീലിംഗ് ദാറ്റ് ഇമോഷൻ സ്മൂത്ത്ലി. വി ഹാവ് ടു നോട്ട് ഡിസ്റ്റർബ് ദ പീപ്പിൾസ് ഇമോഷൻ. ബിക്കോസ് അവർ ഫീൽ ചെയ്ത് വരുമ്പം മ്യൂസിക്കൽ എബ്രപ്ഷൻ ഉണ്ടായാൽ ദാറ്റ് വുഡ് അവർക്ക് എന്തോ കടിക്കുന്ന പോലെ തോന്നും. സോ വി ഷുഡ് മേക്ക് ഇറ്റ് വെരി സീംലെസ് ആൻഡ് മേക്ക് ഇറ്റ് സൗണ്ട് ലൈക്ക് വൺ സോങ്. പക്ഷേ ഇത് രണ്ട് വേറെ പാട്ടുകളാണ്. പക്ഷേ ദാറ്റ് വാസ് അഗൈൻ എ ടാസ്ക് ടു ലൈക്ക് രണ്ട് പാട്ടിനെയും നമ്മൾ എങ്ങനെ ഒരു പാട്ടായിട്ട് ആക്കാൻ പറ്റും. സോ ആ ഒരു പ്രോസസ് എഫേർട്ട്ലെസ്ലി ചെയ്തു കേട്ടോ. എന്ന് പറഞ്ഞാൽ അതേ എഫക്റ്റ് നമ്മൾ ആ മൂവിയിൽ കാണുമ്പോൾ നമുക്കത് ഫീലും ചെയ്യും. അപ്പം അത് മെയിനായിട്ട് ഇപ്പം പാറു ഇപ്പം ഭോപ്പാലിലൊക്കെ അല്ലേ പഠിച്ചു വളർന്നത്. അപ്പം മലയാളം എങ്ങനെയാണ് വായിക്കാനൊക്കെ ഇപ്പോഴാണോ പഠിച്ചത് അതോ? വായിക്കാൻ വളരെ ഇപ്പം അത് എഴുതിയിരിക്കുന്നത് ഞാൻ ടൺ കണക്കിന് ഫൺ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വായിച്ചു ചെയ്യാൻ. അറിയത്തില്ല, കൊച്ചിലൊക്കെ മലയാളം ക്ലാസ്സിലൊക്കെ അച്ഛൻ അമ്മ ചേർത്തായിരുന്നു. പക്ഷേ അതിൽ ഐ റിമെമ്പർ വൺ തിങ്, അതിനകത്ത് 22 കൊച്ചുകളുണ്ടായിരുന്നു. എൻ്റെ പെർസെൻറ്റേജ് വാസ് 24 ആൻഡ് എൻ്റെ റാങ്ക് വാസ് 22 ഓൺലി. അല്ല 22 ലാസ്റ്റ് റാങ്ക് ഉണ്ട്. എൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് വാസ് 24 ഫെയിൽ. അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ വീട്ടിൽ അച്ഛനോടും അമ്മയോടും സംസാരിക്കും. പക്ഷെ എപ്പോഴും അവിടെ മിക്കവാറും ഹിന്ദിയിലാണല്ലോ എല്ലാവരോടും സംസാരിക്കുന്നത്. കാരണം ആ ഒരു ടച്ച് ചെറുതായിട്ടൊന്ന് വിട്ടുപോയായിരുന്നു. പക്ഷേ കൊച്ചിലെ ഈ മലയാളം പാട്ടുകളൊക്കെ പഴയ പാട്ടുകളൊക്കെ എപ്പോഴും അച്ഛനും അമ്മ കേൾപ്പിക്കുമായിരുന്നു. വീട്ടിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അമ്മ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും, അച്ഛൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. സോ ഐ വാസ് ഓൾവേസ് എക്സ്പോസ്ഡ് ടു എ ലോട്ട് ഓഫ് ഗുഡ് ഓൾഡ് ലെജൻഡറി മലയാളം മ്യൂസിക്. സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അല്ല, ഞാനിത് എന്താണെന്നറിയോ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൂടെ പിറന്നവരായാലും അല്ലെങ്കിൽ മകനെയും കേട്ടാൽ നമുക്ക് തോന്നത്തില്ല ഇതുപോലെ മലയാളം ആ കറക്റ്റ് ആ വേർഡിങ്സ് ഒക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കിയാലല്ലേ ആ ഒരു ഫീല് ആ ഒരു മ്യൂസിക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ഈ ലിറിക്സ് ആയിരുന്നു ആദ്യമേ വന്നത് അതോ മ്യൂസിക് ആയിരുന്നു ഉണ്ടായത്? നമ്മളൊരു ഇത് നമ്മൾ ഉണ്ടാക്കി ജസ്റ്റ് മെലഡി റെക്കോർഡ് ചെയ്ത് നമ്മൾ ഹരിനാരായണൻ ഏട്ടനെ വിളിച്ച് കേൾപ്പിച്ച് ആളെ സീനും കാണിച്ചു. ചേട്ടൻ സീൻസ് ഒക്കെ ഒന്ന് കണ്ട് അപ്പം ഏട്ടൻ തന്നെ അവിടുത്തെ നമ്മുടെ കൂടെ വിപിൻ ചേട്ടൻ വാസ് വെരി മച്ച് ഇൻവോൾവ്. സവിൻ ചേട്ടൻ, അങ്കിത്, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ലിറിക്സിൽ ഇരുന്നത്. കാരണം ദിസ് സോങ് വാസ് സപ്പോസ് ടു ബി എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ ഫിലിം. സോ അതൊരു ഷോറിറ്റിക്ക് വേണ്ടി എല്ലാവരും കൂടെ ഇരുന്നാണ് ഡിസ്കസ് ചെയ്താണ് ഏറ്റവും ആദ്യം ഈ ലൈൻസ് ഉണ്ടായത്. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കാണാൻ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പാട്ടിന്റെ സ്റ്റാർട്ടിങ് ഞാൻ സെപ്പറേറ്റ്ലി ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, വല്ലാതെ വാടല്ലേ പൂവേ എന്നൊക്കെ. അപ്പം വിപിൻ ചേട്ടൻ പറഞ്ഞ് ഇതും നമുക്ക് യൂസ് ചെയ്യണം. പാട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഫിലിമിൽ നമുക്ക് യൂസ് ചെയ്യണം. അപ്പം ഫിലിമിൽ വി ഹാവ് യൂസ്ഡ് ദ ലൈൻസ് വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞോമലല്ലേ, എന്നാളും നാം ഇനി ഒന്നേ, നീ എന്റെ പൂന്തണലല്ലേ. സച്ച് ബ്യൂട്ടിഫുൾ ലൈൻസ്. ലൈക്ക് ചേട്ടൻ ലിറിക്സ് മനസ്സിലാക്കി കേൾക്കുമ്പോൾ നമുക്ക് കണ്ണിന്നൊക്കെ വെള്ളം വരും. കൊന്നു കളഞ്ഞു ചേട്ടൻ. അപ്പം അവിടെ തന്നെ അത് എഴുതി വന്നപ്പോഴേ ഞാനും ചേട്ടനും അങ്കിത് ഒക്കെ ഇവിടെ ഇങ്ങനെ നോക്കുന്നു, ഇത് ഡീപ്പായി പോയല്ലോ, നമ്മുടെ പാട്ട് തന്നെ ആണോ ഇത്. എന്നിട്ട് പിന്നെ തമ്മിൽ പിണങ്ങി പോലെ, കൂടെ പിറന്നവർ വേർഡ് എന്തായാലും തമ്മിൽ പിണങ്ങി പോലെ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെ അല്ലേ, കൂടെ പിറന്നവരല്ലേ. സച്ച് സ്വീറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യു സ്പീക്കിംഗ് ടു യുവർ സിബ്ലിംഗ്, നമ്മൾ കൺസോളിങ് വാട്ട് എവർ, ലൈക്ക് ഇറ്റ്സ് ദാറ്റ് സോർട്ട് ഓഫ് എൻ ഇമോഷൻ. അപ്പം അത് പാട്ടല്ലെങ്കിലും ആ വേർഡ്സ് വെറുതെ നിങ്ങളൊരു ആളോട് പറഞ്ഞാൽ തന്നെ അതിനൊരു അതുണ്ട്, ഫീലുണ്ട്. അപ്പം വാട്ട് വി ഹാഡ് ആസ്ക്ഡ് ഫോർ അതിനെക്കാട്ടിലും മേളിൽ ഇതാണ്ട് ചേട്ടൻ നമുക്ക് എഴുതി തരുന്നു, ഹരിനാരായണൻ ഏട്ടൻ. അപ്പം വി വർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. സോ വിപിൻ ചേട്ടൻ വാസ് ലൈക്ക് ഇതായാലും ബാക്കി നീ പാട്ട് എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, സ്റ്റാർട്ടിംഗിൽ നിനക്ക് എങ്ങനെ വേണം നീ ഉണ്ടാക്കിക്കോ. ഇത് ചേട്ടൻ ഹി വാസ് ലൈക്ക് ഈ ഒരു സെക്ഷൻ എനിക്ക് എന്തായാലും ഹി വാസ് പർട്ടിക്കുലർ അബൌട്ട് ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ്. സോ അത് ഐ തിങ്ക് ദാറ്റ് വാസ് റിയലി a very collective decision and like നാരായണൻ സാറിന്റെ ലിറിക്സ്, പാറുവിന്റെ മ്യൂസിക്, പിന്നെ സൂരജേട്ടന്റെ വോയിസും കൂടെ ആയപ്പോ സൂരജേട്ടൻ oh my god വേറെ ലെവൽ. ഞാൻ എന്താ പറയുന്നത്, മകനെയും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പം ഞാൻ അങ്കിത് ബിയോട് പറഞ്ഞു സൂരജേട്ടനെ കൊണ്ട് പാടിപ്പിക്കാൻ ആഗ്രഹം, പക്ഷെ ഞാനൊരു പുതിയ കമ്പോസർ, സൂരജേട്ടൻ പാടുവോ, എങ്ങനെ ആ സൂരജേട്ടനെ അപ്രോച്ച് ചെയ്യണ്ടേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ സൂരജേട്ടൻ വാസ് സോ വോം റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട്. കോൺസ്റ്റൻ്റ്ലി എനിക്ക് കുറേ ഇങ്ങനെ അപ്രൂവൽ, കുറേ മതലബ് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് അപ്രൂവൽ ആൻഡ് ലൈക്ക് അപ്രൂവൽ ഈസ് നോട്ട് ദ റൈറ്റ് വേർഡ്.
ലോട്ട് ഓഫ് ലൈക്ക് ഒരു acceptance അല്ല ലൈക്ക് കുറെ സ്നേഹം തന്നെ and he was like constantly there and when he just like was there നല്ലോണം and കൂടപ്പിറന്നവരും നമ്മൾ ചെയ്തപ്പം I told ചേട്ടാ ഇങ്ങനെ ഇതുകൊണ്ട് അപ്പം ചേട്ടൻ്റെ നിനക്ക് പാടിക്കൂടെ he is like you should sing the song I was like ചേട്ടാ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചേട്ടൻ്റെ വോയിസ് ആയിരുന്നു മൈൻഡിൽ അപ്പം he was like yeah I'll come and നമ്മൾ മകൻ ഉണ്ടാക്കിയപ്പം we didn't meet കൂടപ്പിറന്നവർ ഉണ്ടാക്കിയപ്പോഴാണ് ചേട്ടൻ കൊച്ചിയിലുണ്ടായിരുന്നത് and we just got to dub it and when I met him I was like oh my god yes കൂടപ്പിറന്നവർ I was like he's full that vibe അപ്പം ചേട്ടൻ was all day before yesterday I called him just to say ചേട്ടാ love you and he was like oh love you ചേട്ടാ love you too and so he's like that he's such a sweetheart he's been there and that's what I'm saying I'm touchwood lucky to have had good people around who've always been so supportive and like they've helped me reach wherever like wherever this is so it's just like thanks to all of these people like tons of people എല്ലാവരുടെയും പേര് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല പക്ഷെ there's a lot of people who've been there awesome so sweet and ആ കുട്ടി ഏതായിരുന്നു ആ കുട്ടി സിംഗർ oh my god ആ കുട്ടീൻ്റെ ആ സ്റ്റാർട്ടിങ് കേട്ടപ്പോഴില്ലേ ആ ഫിലിമിൽ ആ കുട്ടീൻ്റെ ആ ഒരു വേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കോറസ് പാട്ട് വരുമ്പോൾ എൻ്റെ ദൈവമേ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകും അതാരാണ് നിളാരാജ് ഓക്കെ ആൻഡ് ആദ്യം നമുക്ക് ഇത് ഉണ്ടാക്കിയപ്പം തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ലാസ്റ്റിലത്തെ തമ്മിൽ പിണങ്ങി പോലെ ഐ നീഡ് ചിൽഡ്രൻ കോറസ് വേണമെന്ന് നമുക്ക് അതുണ്ടായിരുന്നു സോ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിച്ചപ്പം ഞാൻ കൊച്ചുങ്ങളെ ഒരു സിംഗിൾ ആയിട്ട് ഞാൻ പാടിപ്പിച്ച് വെറുതെ ഇങ്ങനെ നോക്കി അപ്പം നീളയുടെ വോയിസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ദാറ്റ് ഇന്നസെൻസ് ഇൻ ദാറ്റ് വോയിസ് ആൻഡ് ദ വേ ഷീ വാസ് ജസ്റ്റ് സിംഗിങ് ഇറ്റ് ആൻഡ് ഐ വാസ് ലൈക്ക് എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന നമുക്ക് ഉണ്ടായിരുന്ന മൈൻഡിൽ ചിലപ്പം ആ ലൈൻ ഉണ്ടല്ലോ അറിയാതെ പറയാതെ ആ പാട്ടിലൊരു ലൈൻ ഉണ്ട് അത് പാടിപ്പിക്കണം എന്ന് ഉണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വി വർ ഇൻ ഷുവർ ബട്ട് വെൻ ഷീ സാങ് ഇറ്റ് ഞാൻ വെറുതെ റഫ്ലി ഒന്ന് പാടിപ്പിച്ചു മോളെ ഈ ലിറിക്സ് ഒന്ന് ജസ്റ്റ് പാടി നോക്ക് ആൻഡ് ഷീ സാങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി ആൻഡ് ഐ വാസ് ലൈക്ക് ഐ കുഡ് നോട്ട് ഞാനിങ്ങനെ നോക്കി ഇരുന്ന് പോയി ഒരു സെക്കൻഡ് എന്തുവാണ് ആ ഇന്നസെൻസ് ഇത് എൻ്റെ പാട്ട് തന്നെ ആണോ ഇത് ഞാൻ കേട്ടോണ്ടിരുന്ന സാധനമാണോ സോ ലൈക്ക് ദാറ്റ് സോർട്ട് ഓഫ് എ തിങ് വാസ് ദെയർ ആൻഡ് എന്നിട്ട് വിപിൻ ചേട്ടന് പറഞ്ഞു നമുക്ക് ആ ഒരു when the little sister looks at the eldest brother Ellen അപ്പം ആ ഒരു സെക്ഷനിൽ നമുക്ക് അത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നമ്മൾ എടുത്തു വെക്കാം വിൽ സീ വിൽ പ്ലേസ് ഇറ്റ് ഇൻ ദ സീൻ ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ് അപ്പം സവൻ ചേട്ടനും വിപിൻ ചേട്ടനും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് അത് ഒന്ന് പ്ലേസ് ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും okay this is better masterpiece so and like the feels better with the scene and നമുക്ക് തോന്നി so everything was all about making the film even better matlab film അതാണ് നമ്മുടെ അതെ അതെ അപ്പം that's a very big thing you can do music for yourself but doing music for a film it's a very different ball game together so ആ ഒരു സംഭവം ചെയ്യാൻ പറ്റിയതിൽ it's like a very big thing I feel like എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ചെയ്യാൻ പറ്റിയതിൽ I'm very happy about it and Nila again like she's a sweetheart and she's gonna grow big she's gonna go really big after this നിലമോൾ അടിപൊളി yes Nila അതെ നന്നായി പാടിയുണ്ട് yes യെസ് ആൻഡ് ഇപ്പം റെക്കോർഡിംഗ് സമയത്തൊക്കെ ആണെങ്കിലും എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ I mean എനിക്ക് റെക്കോർഡിങ്സിലൊക്കെ I love like the guitarist Sandeep played the guitars, Shravan played the violins, Subin played the flute, Paul Sanatan played the sitar. അപ്പം ഈ റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ നമ്മൾ പോകുമ്പം നമ്മൾ ഒരു റഫ് സ്ക്രാച്ച് ആണ് പാട്ടുണ്ട് ഉണ്ടാക്കുന്നത് ഈ മ്യൂസിഷ്യൻസ് ഒക്കെ വന്നിട്ടാണ് അവരുടെ ഓരോ ഗിറ്റാറൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ അപ്പോഴാണ് നമ്മൾ നമ്മുടെ പാട്ടിനെ ഒന്നും കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് ഫോർ എ മ്യൂസിഷ്യൻ ഇഫ് യു ആസ്ക് എനി മ്യൂസിഷ്യൻ ആൻഡ് കമ്പോസർ when other musicians come in and put their നമ്മൾ നമ്മുടെ പാട്ട് അവർക്ക് അങ്ങ് സറണ്ടർ ചെയ്യുവാണ് നിങ്ങൾ അതിനകത്ത് ഗിറ്റാർ വായിക്കുക അത് ചെയ്യുക സോ when they bring their magic is when everything just flourishes and it starts blooming so ആ ഒരു സംഭവം I think I'll enjoy that whole process of like watching your song transform into something else നമ്മൾ മൈൻഡിൽ കാണുമ്പോൾ ഇവിടെ ഗിറ്റാർ വന്നാൽ നല്ലതായിരിക്കും പക്ഷെ ഗിറ്റാർ ആക്ച്വലി വരുമ്പം അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഹാ so I saw my song grow every person every musician sees their song grow when it goes to other musicians and they put their inputs so I love recordings and every part of it was memorable getting amazed by how good Nila was singing getting amazed by how the guitars were so this whole process I think I enjoyed every bit of it nice and ഇപ്പം ഈ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പെരിമെന്റൽ ആയിട്ട് വല്ല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിന്റെ ഈ പാട്ടിന്റെ ഏറ്റവും ലാസ്റ്റിൽ ആരെങ്കിലും നല്ലോണം കേക്ക് വന്നെങ്കിൽ കൂടെ പിറന്ന ഒരു പാട്ടിന്റെ ലാസ്റ്റിൽ അത് എന്റെ വോയിസ് ആണ് ഇങ്ങനെ ചെയ്ത് മോഡുലേറ്റ് ചെയ്ത് അത് പാടി വെച്ചിരിക്കും മകനിലും ഇന്റർലൂഡിൽ ഇങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ നമ്മൾ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും ഇഫ് യു ലിസൺ ടു ദ സോങ് അഗൈൻ
now it would be comedy for you because of this sound. പക്ഷെ അത് മ്യൂസിക്കലി അങ്ങനെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കുമ്പോൾ ആ ഫീല് തരുന്നത് ഇത്രയും സാധനങ്ങളൊക്കെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും. So because of that thing I think എക്സ്പെരിമെന്റ് ഇങ്ങനെയൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. വോയിസസിന്റെ ഒക്കെ ലേയേഴ്സ് ഒക്കെ കുറെ വെച്ചിട്ട് ആ ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു ലൈക്ക് പുട്ട് സം എക്സ്പെരിമെന്റൽ എലിമെന്റ്സ് ഇൻ യുവർ സോങ്സ് ആൻഡ് ഓൾ. ഇപ്പൊ 2 പാട്ടുകളായാലും ഇപ്പം മകനെ ആൻഡ് കൂടപ്പിറന്നോർ, ഇത് മൊത്തം സൂരജേട്ടൻ മാത്രമല്ലല്ലോ പാടിയത്, ഈവൻ യുവർ കോൺട്രിബ്യൂഷൻ ഇസ് ദേർ. the last bit of മകനയിലും ആ ഹൃദയം മുറിയും ആ പാട്ട് അത് ഞാനാ പാടിയിരിക്കുന്നത്. അതുപോലെ കൂടപ്പിറന്നൂരിലും തമ്മിൽ പിണങ്ങി പോലെ കാണാതെ വല്ലാതെ വാടല്ലേ പോയി ഓൾ ഓഫ് തിയേറ്ററിൽ കണ്ട ആ സീൻസ് ഒക്കെ ഞാനാണ് പാടിയിരിക്കുന്നത്. സോ ദ മെയിൻ പർപ്പസ് വാസ് കി ഈ ഒരു സെക്ഷൻ ഷുഡ് സ്റ്റാൻഡ് ഔട്ട് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സോങ്. കാരണം ദ സോങ് ഇസ് എ സ്റ്റോറി ടെല്ലിംഗ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വി ആർ ടെല്ലിംഗ് ദ സിറ്റുവേഷൻ ആൻഡ് ലാസ്റ്റിൽ വന്ന് നമ്മൾ വി ആർ ഗിവിംഗ് ദ മെസ്സേജ് തമ്മിൽ പിണങ്ങി പോലെ, ലാസ്റ്റിൽ മറ്റേതിലും ഹൃദയം അടലിൽ വെന്താലും മകനെ പുറമേ കര. സോ ദാറ്റ്സ് എ മെസ്സേജ് ദാറ്റ്സ് കമ്മിങ്. സോ ഐ വാണ്ടഡ് ഇറ്റ് ടു സൗണ്ട് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് യൂസ് ചെയ്തത്. സൂരജേട്ടൻ ടെല്ലിംഗ് ദ ഹോൾ സ്റ്റോറി ആൻഡ് ഐ ആം ജസ്റ്റ് ഗിവിംഗ് ദാറ്റ് ലാസ്റ്റ് ലെവൽ. ഇതാണ് പക്ഷെ ആ ലാസ്റ്റ് പാർട്ട് നമ്മുടെ എന്റെ മോനെ വേറെ ലെവലായിരുന്നു. അത് അതിന്റെ ഒരു 2 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാം. കൂടെ പിറന്നോർ. I'll do both of it. വല്ലാതെ വാടല്ലേ പൂവേ നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ നീ എൻ്റെ പൂന്തണലല്ലേ, തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയിൽ ഏതാണും. മൈ ഗോഡ്, സോ ഗുഡ്. ആൻഡ് ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു റെസ്പോൺസ്? ഏറ്റവും ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ആ ഒരു റെസ്പോൺസ് എവിടെ നിന്നാണ് കിട്ടിയത്? ഓക്കെ, എനിക്ക് കുറേ മെസ്സേജസും DMസും സ്റ്റോറീസ് ഒക്കെ കുറേ കണ്ട് ഞാൻ. ഒരു അമ്മ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ വാഴ പോയി കണ്ട് എൻ്റെ മോൻ he watched the film and he cried a lot because he had lost his father 5 years back. So he cried a lot and I couldn't console him, but then he related to it so much and he cried. So it was a very long heartfelt message. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോൾ വ്യൂ പറയുമായിരുന്നു. അപ്പം ഇതൊക്കെ വായിച്ചപ്പം എനിക്ക് it was very overwhelming for me and I didn't know what to do. I texted her back and I dropped a voice note ki I understand, I'm so sorry that you had to go through all of that, and I told that your son has a Kudapreneur here. Like there'll always be a brother in all of us. So I just wanted them to feel like they have people around and all of those things. So for me also in this film I found a lot of Kudapreneurs, like എല്ലാവരും കൂടെ വർക്ക് ചെയ്ത്. So it's like it was all very like overwhelming, I would say. ഇങ്ങനെ കുറേ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. പീപ്പിൾ റിയലി ലൈക്ക് കൺവേയിങ് ഇറ്റ് ആൻഡ് യു കുഡ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് ആൻഡ് ഓൾ. സോ ഇറ്റ് വാസ് സംതിങ് ദാറ്റ് ഐ ഹാഡ് നെവർ എക്സ്പെക്റ്റഡ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് ഓവർവെൽമിങ്. സോ ഐ ട്രൈഡ് ടു അറ്റ്ലീസ്റ്റ് ടോക്ക് ടു ദം. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ ദിസ് ഫ്യൂസ് മെസ്സേജസ് ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. കുറേ റീൽസ് ഒക്കെ കണ്ടതൊക്കെ വളരെ ഹാർട്ട് ഫെൽറ്റ് റീൽസ് ആൻഡ് ഓൾസോ it really moved me. So yeah, so happy to hear that. And എങ്ങനെയായിരുന്നു ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു? വാഴ 2ന്റെ ആ റെസ്പോൺസ് ഒക്കെ കഴിഞ്ഞിട്ട് സെലിബ്രേഷൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സെലിബ്രേഷൻ ചെയ്യും, ഇനി ഞങ്ങൾ ചെയ്യുമായിരിക്കും. ഇപ്പോഴും ഞങ്ങൾ വി ആർ ജസ്റ്റ് ലെറ്റിംഗ് ഇറ്റ് സിങ്ക് ഇൻ. അത് ഇങ്ങനെയൊക്കെ ആയി തീരും നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു. പതുക്കെ വി ആർ ലെറ്റിംഗ് ഇറ്റ് സിങ്ക് ഇൻ. സെലിബ്രേഷൻ ഒക്കെ ചെയ്യാൻ സമയമുണ്ട്, നമുക്ക് ചെയ്യാം. ടീമിലെ അങ്കിത് ബ്രോനെ വിളിച്ചോ? ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇവിടെ. ജസ്റ്റ് ഇപ്പം വിളിച്ചത് അങ്കിത് ബിയുടെ തന്നെയായിരുന്നു. വി ആർ ഓൾ ടുഗദർ ഓൺലി. സ്റ്റേയിങ് ഓൾസോ ഐ സ്റ്റേ വിത്ത് അങ്കിത് ബൈ ഓൺലി. ഇവിടെ ഇപ്പം അങ്കിത് ബിയുടെ കൂടെ തന്നെ ആയിരുന്നു. അങ്കിത് ബൈ വാസ് കോൺസ്റ്റന്റ്ലി ഇവർ തന്നെയൊക്കെ എനിക്ക് വിപിൻ ചേട്ടനും അങ്കിത് ബൈയും ഇവരൊക്കെ തന്നെ റീൽസ് അയച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എ ടീമിലെ ആർക്കേഡോ, ഹി ഡിഡ് തൂക്കി, അശ്വൻ ആര്യൻ ഡിഡ് ആജാ രാജ, അവരൊക്കെ തന്നെ എനിക്ക് നമ്മുടെ റീൽസ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇത് കണ്ടോ. എൻ്റെ അനിയനെ എനിക്ക് അയച്ചുകൊണ്ടിരിക്കും, എൻ്റെ അച്ഛനമ്മ എന്നെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. സോ
all of this is like, I think, just like something that was not expected. നമ്മൾ വെറുതെ ഒരു പാട്ടുണ്ടാക്കിയ ഒരു പടത്തിന് വേണ്ടി, it was a beautiful film, it had a beautiful message, people received it well is what I would say. So it's not, ഈ പാട്ടൊരു പാട്ടായിട്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയും ചിലപ്പോൾ വർക്ക് ആകത്തില്ല. ഈ പടത്തിലായതുകൊണ്ടാണ്, ആ പടത്തിൽ ആ ഒരു സീനിൽ ഫിറ്റ് ആയതുകൊണ്ടാണ് പീപ്പിൾ റിലേറ്റിംഗ് ടു ഇറ്റ് മോർ ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. സോ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ദ സോങ്, ഇറ്റ്സ് ഓൾസോ ദ ഫിലിം, ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്, ഐ ഫീൽ. യെസ്, ആൻഡ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ഓഫ് ആർട്ട് തന്നതിനും താങ്ക് യു സോ മച്ച്. അയ്യോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇപ്പം കുറച്ചു മുമ്പ് ബോളിവുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആൻഡ് അവിടെ എത്ര നാൾ ഉണ്ടായിരുന്നു? ഇപ്പൊ 15 years എന്ന് പറഞ്ഞു കേട്ടു, പിന്നെ 8 years. യെസ്, അപ്പം വിച്ച് ഇസ് എ പ്രിറ്റി ലോങ് ടൈം. അപ്പം അവിടെയും ഇവിടെയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്, ബോളിവുഡോ മോളിവുഡോ? For me it's Mollywood. I think right? Yeah, because avade I'm not saying anything. Avade nammal I went there, I worked under Raju sir ennu parna oru very big composer. I think enikku vendi avadna ellam thodangiyadu. He was like the first mentor we had. He showed us the world, what exactly Bollywood is. Nangakonnu ariyilla, karanam Bollywood larum there was nobody waiting for you to come. Who come, we were waiting for you, do the film, anganennu illa. We started with doing nammal TV serials ഒക്കെ music ചെയ്താ തുടങ്ങിയത്. നമ്മൾ വെബ് സീരീസ്, TV serials ഒക്കെ തുടങ്ങി and sir gave us the exposure, and with sir I assisted him, and like അവിടെയാണ് നമ്മൾ കേസരി എന്ന് പറയുന്ന ഒരു പടം അക്ഷയ് കുമാറിന്റെ, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ബോളിവുഡ് ഫിലിം ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ ഫോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്. അത് കഴിഞ്ഞ് വി ഹവ് ഡൺ പ്രോബ്ലി 30-35 ഫിലിംസ്. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് മീ വിത്ത് മൈ ഹോൾ ടീം അവിടെ ഉള്ള. സോ അത്രയും പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വി റിയലൈസ്ഡ് കി എന്തു പറഞ്ഞാൽ ഞാൻ 8 വർഷം മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ആ ഒരു ഫോമാറ്റിൽ തന്നെയാണ് പരിപാടികൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ 2-3 പ്രോജക്ട്സിൽ തന്നെ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലായി. മ്യൂസിക്കലി എത്ര എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കിട്ടും. ഇവിടുത്തെ സിനിമ ഇസ് ലൈക്ക് സംതിങ് എൽസ് ഓൾ ടുഗെദർ. ഇവിടുത്തെ ഡയറക്ടേഴ്സ് ആർ ലൈക്ക് നെക്സ്റ്റ് ലെവൽ വിഷണറീസ്. ഐ വർക്ക്ഡ് വിത്ത് മൾട്ടിപ്പിൾ ഡയറക്ടേഴ്സ്. നമ്മുടെ അങ്കിത് പിയ ഏതൊക്കെ പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ അന്താക്ഷരി ഐ വർക്ക്ഡ് വിത്ത് ഹിം ഇൻ ഓൾ ദ പ്രോജക്ട്സ്. ഐ സാറ്റ് ഡൗൺ വിത്ത് ഹിം വിത്ത് എ ലോട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഐ ഹേർഡ് ദെയർ വിഷൻ. ഐ ഹവ് സീൻ ഹൗ ദേ വർക്ക്. സോ that was all very different from how the directors were in Bollywood. So അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും കൂടെ ക്രിയേറ്റീവ്ലി ഐ ഫെൽറ്റ് നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ മ്യൂസിക്കും ഒരു വൈഡർ വെറൈറ്റി ഓഫ് അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. ഐ ഡോണ്ട് തിങ്ക് a കൂടെ പിറന്നവർ വുഡ് ഹാവ് വർക്ക്ഡ് ഇൻ ബോളിവുഡ്. It's an honest opinion. It can only work in a Malayalam cinema is what I feel. ബോളിവുഡ് ഇപ്പോഴും കുറച്ച് സ്റ്റാഗ്നന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതേ ഫോർമാറ്റ് തന്നെ പിടിക്കുന്ന പോലെ ഇപ്പോഴും തോന്നുന്നു. There are brilliant musicians there. Brilliant musicians. പക്ഷെ ഇപ്പോഴും I don't know, it's still അവരൊക്കെ വെളിയിൽ വരുന്നില്ല. And like a lot of the existing ഒരു ഫോർമാറ്റ് ഓഫ് മ്യൂസിക് ഉണ്ട്. അതിപ്പോഴും ബോളിവുഡ് അതാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നത്തിങ് അഗൈൻസ്റ്റ് ബോളിവുഡ് ഓർ പീപ്പിൾ ദർ. ദർ ആർ ബ്രില്യൻ്റ്ലി സുപ്രീംലി ടാലന്റഡ് പീപ്പിൾ ദർ ഇൻ ടേംസ് ഓഫ് ക്രിയേറ്റിംഗ് ഫിൽംസ് ആൻഡ് മ്യൂസിക് വാട്ട് എവർ, ലൈക്ക് സുപ്രീംലി ടാലന്റഡ് പീപ്പിൾ ദർ. ബട്ട് ഐ തിങ്ക് ദേ still need to be given chances and all of those things. So they're like creatively കുറച്ചും കൂടെ അവിടെ ഒന്ന് open up ആവാനായിട്ടുണ്ട് അല്ലേ? There's still time to it. If that happens, then Bollywood is going to lead everything. So I think beautiful. And സുഷിൻ ശ്യാമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ സുഷിൻ ബ്രോന് വേണ്ടി ഒരു I started with, I'm a big Sushin Shyam fan by the way. Everybody is. Yes. So ഞാൻ തിരികിന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അങ്കിത് ബേള തന്നെയായിരുന്നു. I sang a song in that film. So ആ ഫിലിമിൽ സിനിമാറ്റോഗ്രാഫർ ചെരൻ worked on an ad with Sushin. Sushin wrote an adil DOP Cheran Arun, and Cheran suggested, they were looking for a guy who could sing in Hindi. Cheran suggested my name to Sushin, and Sushin heard my tracks, and അപ്പം Cheran എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ സുഷിനെ ഇങ്ങനെ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്, he might call you. And I was like, what, Sushin Shyam? And he said yes, and I was like, okay. And this was my initial days, and അപ്പം ജയ ജയ ചെയ്തുകൊണ്ടിരിക്കും. I remember we were working on Jaya Jaya that time. So അപ്പോഴത്തേക്ക് I got a call from Sushin ki I heard your voice and there's this ad that I'd like you to, if you could sing. And I was like, I would love to. So he thought I was in Mumbai. പറഞ്ഞ മുംബൈയിൽ റെക്കോർഡ് ചെയ്തേക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിലുണ്ട്. പറഞ്ഞു oh, if you're in Kochi, come down to the studio, we'll record. And I was like, bro, what's happening? And then I went down to the studio. I met Sushin. Such a sweet guy. He made me so comfortable, and I told him I'm a big fan, and he was just like there. And then we did that ad. It was a Malabar Gold ന്റെ ഒരു ഹിന്ദി പാട്ട് ആഡ് ആയിരുന്നു അത് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ 2 പാട്ടുകൾ തെലുങ്കിൽ പാടാൻ വേണ്ടി he called me, and I was like, yes, why not? തെലുങ്ക് പാടി. മഞ്ഞുമലിന്റെ 2 പാട്ടുകൾ തെലുങ്കിൽ പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് ദെൻ മത്ലബ്
apparake we interacted and all, and after watching Vada he called me up and he said things and we talked. So I again told him, bro, I'm a Sushin fan. So, Oh, nice. so a lot of good musicians here. Not Kerala, like very talented musicians, very talented and like amazing composers already here. അതെ അതെ So that's also all the more reason for me to be here and be in that environment and see them learn from all of these guys. Jigs Bijoy Etan, Vishnu Vijay, Ankit Bhaiya, Sushin Sham. All like I take എല്ലാവരെയും ഇച്ചിരി എടുത്തൊക്കെ ലൈക്ക് കൊച്ചിലെ വാട്ട് എവർ ഐ ഹവ് ലിസൺ ടു ഓൾ ദീസ് ലെജൻഡ്സ് and അവിടെ നിന്നൊക്കെ കേട്ട് ഇവരെയും കേട്ട്. സോ ഐ തിങ്ക് മൈ മ്യൂസിക് ഇസ് എ കളക്ഷൻ ഓഫ് എവറിഥിങ് ദാറ്റ്സ് അറൗണ്ട് മീ. സോ ഓക്കെ, പാറുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ ആരായിരിക്കും? ഇറ്റ്സ് എ വെരി ബിഗ് ലിസ്റ്റ്. ഒരാളെ പക്ഷേ ടോപ്പ് 5 ഓക്കെ, I don't know, I can't do top 5, but I'll say one composer different contextual ഉണ്ട്. അതുകൊണ്ട് I'll take the name of that composer. It's John Williams എന്ന് പറഞ്ഞ ഒരു composer ഉണ്ട്. It's an international composer. I love his works. ആള് ഹാരി പോട്ടർ, സ്റ്റാർ വാർസ് അതിൻ്റെ ഒക്കെ മ്യൂസിക് ചെയ്ത ആളാണ്. അപ്പം I love his music. എനിക്കൊരു വേറെ എന്തൊക്കെയോ ഫീൽ തരുന്ന ഒരു കമ്പോസറാണ് ആൾ. പിന്നെ ഇവിടെയൊക്കെ AR റഹ്മാൻ സർ, ശങ്കർ ഹസൻ ലോയ് സേഴ്സ് ആൻഡ് ലൈക്ക് സലീം സുലൈമാൻ, ഇവരൊക്കെ കൊച്ചിലെ കണ്ടുകൊണ്ട് പറഞ്ഞ. സോ ഓൾ ഓഫ് ദോസ് ലെജൻഡ്സ്, രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ്, എല്ലാവരുടെയും കൊച്ചിലെ ഈ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ വളർന്നത്. സോ ഇറ്റ് വാസ് ഓൾ ദെയർ ഇൻസൈഡ് മീ. സോ ഐ കാണ്ട് ലിറ്ററലി ചൂസ് ടോപ്പ് 5. ഐ ആം എ ഫാൻ ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ദാറ്റ്സ് ഫെയർ. യെസ്. ആൻഡ് ഇനിയും എന്തായിരിക്കും പാറുവിൻ്റെ ഒരു വിഷനിൽ ആരായിരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ മ്യൂസിക്കൽ കരിയർ, ആ ഒരു മ്യൂസിക്കൽ ജേർണി വെച്ച് നോക്കുകയാണെങ്കിൽ സീൻ മാറ്റാൻ പോകുന്ന ആൾക്കാർ? Oh, very much the people who did Vada, Arcado, Ashwin Bhaiya, Electronic Kili. Kiliyakke, these guys, Kiliyakke scene aanu. So ivarakke are the people you guys should be looking out for. I personally, because I've seen them work. ഞാൻ ക്ലോസ്ലി ഇവരോട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ പാട്ടുകൾ നമ്മൾ ചെയ്താലും ഇവരെ കേൾപ്പിക്കും, അവരുടെ പാട്ടുകൾ നമ്മളെ കേൾപ്പിക്കും. ആ ഒരു ബോണ്ട് ഉണ്ട് ഞങ്ങൾ. അപ്പം ഐ നോ വാട്ട് കേപ്പബിലിറ്റി ഓൾ ദീസ് ഗൈസ് ഹാവ്. അശ്വിൻ ആര്യൻ, ആർക്കേഡോ, ഇലക്ട്രോണിക് കിളി, ആൻഡ് ഓൾ മുത്തു ഇസ് എ ഗുഡ്, വെരി ഗുഡ് ലിറിസിസ്റ്റ് ആൻഡ് a composer. He did 2 songs for Vada too. So ഇങ്ങനത്തെ കുറെ RZ did amazing. And Asha Jeevan, Malayali Monkeys, Rajat Prakash, oh my god, I love his work. So എല്ലാവരും, the whole Vada team I feel good folks. Like you guys should always look out for like ഇതിപ്പം ആൾക്കാർ ഇമോഷണലി കണക്ട് ചെയ്യുന്നതുകൊണ്ടാ ഈ പാട്ട് ഇത്രയും ഇങ്ങനെ നടക്കുന്നത്. Everyone should check out the other songs of Vada, Tooki, Aja Raja and all of these songs. Vada 2 എല്ലാ മ്യൂസിക്കും ഈക്വലി ദർ ടോപ്പ് നോച്ച് എന്നാണ് ഈ പറയുന്നത്. പറഞ്ഞാൽ അതേപോലത്തെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് എവ്രിബഡി വിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റും. These are the guys you should look out for. ആൻഡ് ഓൾസോ പാറു അതിന്റെ ഇടയ്ക്ക് പാറു ഹമ്പിളാണ്. അല്ല ലൈക്ക് ബിക്കോസ് യു ഹാവന്റ് ഹേർഡ്. അത് ഇപ്പം I don't know, like I feel they are like very they deserve a lot. Definitely, they are all well deserving. And നല്ല രീതിയിൽ നമ്മുടെ സിനിമേനെയും വേറെ രീതിയിലൊക്കെ എലവേറ്റ് ചെയ്യാനായിട്ടും നിങ്ങൾ എല്ലാവരും സഹായിച്ചു. ആൻഡ് ഇനിയും പാറുവിന്റെ അടുത്ത അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ എന്താണ്? ഇതിന്റെ ഇടയ്ക്ക് I did a song called Bharati Drop with Think Music. ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് ആണ്. അതിന്റെ ഒരു അതുപോലെ another independent track I'm doing it with Think Music. So that is gonna come immediately. അത് ഇപ്പോഴും ഇച്ചിരി ലാസ്റ്റ് സോർട്ട് ഓഫ് ലിറിക്സിന്റെ ഇച്ചിരിയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഐ തിങ്ക് ഇൻ എ മന്ത് ഓർ 2 അതായിരിക്കും. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് തിങ്. ബാക്കിയെല്ലാം ടോക്സ് നടന്നുകൊണ്ടിരിക്കുക. സോ ഐം ജസ്റ്റ് ലൈക്ക് ഫിഗറിങ് തിങ്സ് ഔട്ട് എന്തൊക്കെയാണ്. ആൻഡ് ഐ എം ഓൾസോ വർക്കിംഗ് വിത്ത് അങ്കിത് ഭയ്യ ഓൺ ഹിസ് പ്രോജക്ട്സ് ഓൾസോ. അങ്കിത് ഭയ്യയുടെ lined up on a project, so I'm just like being there for him also. Nice. Thank you so much Paru for your time. And എന്തായാലും നമ്മള് പോകുന്നതിന് മുമ്പ് ഞാൻ വെറുതെ വിടത്തില്ല. നമുക്ക് എന്തായാലും മകനെയും കൂടെ കേട്ടിട്ടേ നമ്മൾ പോകുള്ളൂ. ഞാൻ പാടിയല്ലോ, മറ്റേതിൽ മകനെയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു എൻഡിങ്ങിന് വേണ്ടി ഒന്നുകൂടെ. ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനേ പുറമേ കരയില്ലേതാണും. Wow. Thank you and Paru, all the very best. Thank you so much. All the very best to you as well. Thank you. Thank you for your time. Thank you so much.